നമ്മൾ പോകുന്നത് മലപ്പുറം തിരൂരിലാണിത്. അവിടെ തിരുത്തുമ്മൽ പ്രദേശത്ത് കഴിഞ്ഞ 8 മാസമായി കുടിവെള്ള പ്രതിസന്ധിയുണ്ട്. തീരദേശ മേഖലയിലെ 90ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ദുരിതമനുഭവിക്കുന്നത്. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. തിരുത്തുമ്മൽ ഗ്രാമം 3 വർഷവും കടലിനാൽ ചുറ്റപ്പെട്ടതിനാൽ ലഭ്യമായതെല്ലാം ഉപ്പുവെള്ളമാണ്. പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന നാമമാത്രമായ കുടിവെള്ളം മാത്രമാണ് ഈ നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആശ്രയം. ജൽജീവൻ പദ്ധതി മുഖേന ലഭിച്ചിരുന്ന ശുദ്ധജലം ഈ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ 8 മാസം മുൻപ് പദ്ധതിയുടെ പ്രധാന പൈപ്പ് പുഴയുടെ സമീപത്ത് പൊട്ടിയതോടെയാണ് ജലവിതരണം പൂർണ്ണമായി നിലച്ചത്. പ്രദേശത്തെ കിണറുകളിലും വെള്ളമുണ്ട്, പക്ഷേ ഉപ്പുവെള്ളമാണ്, കുടിക്കാൻ കഴിയില്ല. പ്രശ്നം തുടർന്നതോടെ കളക്ടർ അടക്കമുള്ള നിരവധി അധികാരികളെ സമീപിച്ച് നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ കളക്ടറേറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നു, ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെടുത്ത് നിന്ന് എനിക്ക് റിവേർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മാസം 3 മാസം കഴിഞ്ഞ് റിവേർട്ട് കിട്ടി. എന്നിട്ട് എനിക്ക് കേരള വാട്ടർ അതോറിറ്റീൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, തിരൂർ വാട്ടർ അതോറിറ്റി. അവരെന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെന്ന്. എന്താ പറയുക, അവരുടെ കീഴിലല്ല ഇത് വരുന്നത്, ദാറ്റ്സ് റൈറ്റ് തിങ്, ബട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, അതെല്ലാം കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവർ റെഡിയല്ല, ആരും ഒരു ആക്ഷൻ എടുക്കാനും റെഡിയല്ല. ഇങ്ങനെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ നിറച്ച് വെള്ളമാണ് കാണുന്നത്. പക്ഷെ നമുക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ എത്ര അയോണിയായിട്ടുള്ളൊരു കാര്യമാണത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട ജനങ്ങൾ സമരവുമായി രംഗത്ത് വന്നിരുന്നു. പൊട്ടിയ പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഒരാഴ്ചക്കകം കുടിവെള്ള വിതരണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നുമാണ് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. പൈപ്പ് പൊട്ടി കുടിവെള്ളം നിലച്ച ഈ നാട്ടുകാർക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ് നവീകരണ പ്രവർത്തികൾ തുടക്കമായി എന്നുള്ള കാര്യം. എങ്കിലും ജലവിതരണത്തിന് ഒരു ശാശ്വത പരിഹാരമില്ലാതെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് ഏറെ പ്രയാസം നൽകുന്നത് തന്നെയാണ്. ക്യാമറാമാൻ അബിദ് കല്ലായ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. തിരുത്തുമ്മൽ ഗ്രാമത്തിന് ചുറ്റും ഉപ്പുവെള്ളമാണ്, കിണറുകളിലും ഉപ്പുവെള്ളമാണ്. ഇവരുടെ ഏക ആശ്രയം പഞ്ചായത്ത് നൽകുന്ന വെള്ളമായിരുന്നു. പൈപ്പ് പൊട്ടിയതോടെ പ്രതിസന്ധിയിലായ പ്രദേശവാസികളുടെ ദുരിതമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. 8 മാസമായി ഞങ്ങൾക്ക് കുടിവെള്ളം ഇങ്ങനെ ഈ പൈപ്പ് പൊട്ടിയിട്ട് ബന്ധമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ റോട്ടുമ്മ കൂടി ഇങ്ങനെ കൊടുത്തിട്ട് ലേശം വെള്ളം ഞങ്ങൾക്ക് തന്നതുകൊണ്ടൊന്നും ആവില്ല. 2-3 ബക്കറ്റ് വെള്ളം തന്നുകൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പൈപ്പ് നേരാക്കി തരണം. ആ പൈപ്പിൽ ആ വെള്ളം മതി ഞങ്ങൾക്ക്. ഓല് പറയും നിങ്ങൾക്ക് വെള്ളം തരണില്ലേന്ന്. ഈ 2 ബക്കറ്റ് വെള്ളം എൻ്റെ വീട്ടിലേക്ക് എത്തണില്ലല്ലോ, വൈക്ക കൊടുത്ത് തന്നോണ്ടായ ഇല്ല. ബുധനാഴ്ച വെള്ളം തന്നില്ലെങ്കിൽ വ്യാഴാഴ്ച പഞ്ചായത്ത് അടപ്പിക്കണം. അതിനെല്ലാവരും റെഡിയായി നിന്നോളി. ബക്കറ്റ് വണ്ടി വെള്ളം ഇനി വേണ്ട. 3 ബക്കറ്റ് വെള്ളം കിട്ടിയോണ്ട് എന്തൊക്കെ ആവാനാണുള്ളത് വീട്ടിൽ. പിന്നെ ഈ പൈസ കൊടുത്തിട്ട് അടിച്ച് കുറേ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കൽ തുടങ്ങിയിട്ട് ഇനി അങ്ങനെ പൈസ കൊടുത്ത് അടയ്ക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൽ എന്തായാലും നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾക്ക് ഈ കുടിവെള്ളം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സാധിക്കുക തന്നെ വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കുടിവെള്ളം, ഈ ലൈൻ വെള്ളം മാത്രമേ ഇവിടെ ആവശ്യമായിട്ടുള്ളൊരു പരിഹാരമുള്ളൂ. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ലൈനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ചുറ്റുഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം നിറയെ ഉപ്പുവെള്ളമാണ്. ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി ഈ കുടിവെള്ളം പൂർണ്ണമായിട്ടും ഇവിടെ നിലച്ചിട്ട്. അതിന് കാരണം ഈ പുഴ ക്രോസ് ചെയ്തിട്ടാണ് ഒരു ലൈന് വരുന്നത്. ആ പുഴയുടെ നടുവിൽ ഈ പൈപ്പ് പൊട്ടിയതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരുന്ന വെള്ളം ഇപ്പോൾ തടസ്സം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പൂർണ്ണമായിട്ടും അവർ കണ്ണ് തുറന്ന് ഇത് എത്രയും പെട്ടെന്ന് നമുക്കിതിനുള്ളൊരു പരിഹാര മാർഗം ഉണ്ടാക്കി തരണം.